Hi all, good morning. Our topic is atomic structure and periodic table. Atomic structure and periodic table നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ച ടോപ്പിക് തന്നെയാണ്. അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് ഇവിടെ വരുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പാൻഷൻ എന്നുള്ള നിലയിലാണ് നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത്. ഇതിൽ നിങ്ങൾ ഡിഫറെൻറ്റ് ആറ്റം മോഡൽ പഠിച്ചിട്ടുണ്ടാവും പ്ലസ് ടുവിൽ. ആറ്റം മോഡൽസ് എക്സ്പ്ലെയിൻഡ് ബൈ ഡിഫറെൻറ്റ് സയൻറ്റിസ്റ്റ്. നിങ്ങളുടെ സിലബസിൽ ബോർ ആറ്റം മോഡൽ മുതലേ ഉള്ളൂ. ബട്ട് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ ബാക്കിയുള്ള ആറ്റം മോഡൽ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം. കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല, അതൊന്നും നിങ്ങളുടെ സിലബസിലില്ല. ബോർ ആറ്റം മോഡൽ മുതൽ മാത്രമേ നിങ്ങളുടെ സിലബസിലുള്ളൂ. പക്ഷേ ഒന്ന് സ്പീഡിലൊന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിലൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, first atom model was proposed by John Dalton, which is called John Dalton's atomic theory of molecules. Dalton's atomic theory എന്ന് പറയും. ജസ്റ്റ് അതിൻ്റെ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വായിക്കാം. According to Dalton's atomic theory, all matter is made up of very tiny particles called atoms. All matter is made up of very tiny particles called atoms. Atoms are indivisible and which cannot be created or destroyed in a chemical reaction. And third, atoms of a given element are identical in mass and chemical properties. Atoms of a given element are identical in mass and chemical properties. Atoms of different elements have different masses and chemical properties. And next, atoms combined in the ratio of small whole numbers to form compounds. And last, the relative number and kinds of atoms are constant in a given compound. ഇതൊക്കെ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചതാണ്, ഓർക്കുന്നുണ്ടാവും. എന്തൊക്കെയാണ് പറഞ്ഞത്? അക്കോർഡിംഗ് ടു ഡാൽട്ടൺസ് അറ്റോമിക് തിയറി, ഒന്ന്, ഓൾ മാറ്റർ ഇസ് മേഡ് അപ്പ് ഓഫ് വെരി ടൈനി പാർട്ടിക്കിൾ. എല്ലാ സബ്സ്റ്റൻസും ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ ഒരു ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് ആറ്റംസ്. ആറ്റംസ് കൊണ്ടാണ് എല്ലാ മാറ്റേഴ്സും ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ആറ്റംസ് എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ ആണ്. ആറ്റംസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉപയോഗിച്ചിട്ട് ആറ്റംസിനെ ക്രിയേറ്റ് ചെയ്യാനോ ഓർ ഡിസ്ട്രോയ് ചെയ്യാനോ സാധ്യമല്ല. Okay, which cannot be created or destroyed in a chemical reaction. അതേപോലെ തന്നെ തേർഡ് എന്താ പറയുന്നത്? ഒരു ഗിവൺ എലമെൻറ്റിൻ്റെ ആറ്റത്തിൻ്റെ മാസ് അതേപോലെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഐഡൻറ്റിക്കൽ ആണെന്നാണ് പറയുന്നത്. ആറ്റംസ് ഓഫ് എ ഗിവൺ എലമെൻറ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ മാസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് എലമെൻ്റ് ആണെങ്കിൽ ഡിഫറെൻറ്റ് മാസ് അതേപോലെ തന്നെ ഡിഫറെൻറ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. Then atoms combined in the ratio of small whole numbers. Whole numbers ratioയിലാണ് കമ്പൈൻ ചെയ്തത് to form compounds. കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമ്പം സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്യുന്നത്. ഇത്രയാണ് മെയിൻ പോയിന്റ്സ് ഓഫ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറി. ഓക്കെ, ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല, ഞാൻ ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ അതിൻ്റെ ഡ്രോബാക്സ് ആയിട്ട് പറയുന്നത്, ഡ്രോബാക്സ് ഉണ്ടെങ്കിലാണല്ലോ പുതിയ ആറ്റം മോഡൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ. അതിൽ ഡ്രോബാക്സ് ഉള്ളത് കൊണ്ടാണ് നെക്സ്റ്റ് ആറ്റം മോഡൽ വരുന്നത്. എന്തൊക്കെയാണ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയുടെ ഡ്രോബാക്സ്? ഫസ്റ്റ് വൺ, ഡാൽട്ടൺസ് അറ്റോമിക് തിയറി പ്രകാരം നമ്മൾ പറഞ്ഞു ആറ്റംസ് ഇൻഡിവിസിബിൾ ആണ്. ദാറ്റ് മീൻസ് ആറ്റംസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പിന്നീട് പ്രൂഫ് ചെയ്തു ആറ്റംസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അല്ലെ, ആറ്റംസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പിന്നെ മനസ്സിലായി. അതേപോലെ തന്നെ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി പറഞ്ഞു ഒരു ഗിവൺ എലമെൻറ്റിൻ്റെ ആറ്റം എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് എന്ന് പറഞ്ഞു. ബട്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചാർക്കോൾ, ഗ്രാഫൈറ്റ്, ഡയമണ്ട് ഒക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സെയിം കാർബൺ ആറ്റം കൊണ്ടാണ്. അല്ലേ, ചാർക്കോൾ ആണെങ്കിലും ഗ്രാഫൈറ്റ് ആണെങ്കിലും ഡയമണ്ട് ആണെങ്കിലും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കാർബൺ കൊണ്ടാണ്, സെയിം എലമെൻറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബട്ട് ദീസ് ഹാവ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. അതുകൊണ്ട് ആ ഒരു പോസ്റ്റുലേറ്റും റോങ് ആയിട്ട് വന്നു. അതേപോലെ തന്നെ ഡാൽട്ടൺസ് അറ്റോമിക് തിയറി പ്രകാരം സെയിം എലമെൻറ്റിൻ്റെ
എലമെൻറ്റിന് സെയിം മാസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ബട്ട് ഇറ്റ് ഈസ് നോൺ ദാറ്റ് ഐസോടോപ്സ് ആർ ആറ്റംസ് വിത്ത് സെയിം എലമെൻറ്റ് അല്ലേ. ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് എടുക്കുകയാണെങ്കിൽ രണ്ടും സെയിം എലമെൻ്റ് ആണ്, ബട്ട് ഇറ്റ് ഹാവ് ഡിഫറെൻറ്റ് മാസ്. ഐസോടോപ്സിൻ്റെ കേസിലും ഈ ഒരു പറഞ്ഞ കാര്യം കറക്റ്റായിട്ട് വരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഡാൽട്ടൺസ് അറ്റോമിക് തിയറി ഫെയിലായി. അങ്ങനെ വന്നതാണ് നെക്സ്റ്റ് ആറ്റം മോഡൽ, ദാറ്റ് ഈസ് കോൾഡ് തോംസൺസ് ആറ്റം മോഡൽ. സർ ജോസഫ് ജോൺ തോംസൺ ആണ് നെക്സ്റ്റ് ആറ്റം മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദറ്റ് ഈസ് ജെ തോംസൺ എന്ന് പറയും. ജോസഫ് ജോൺ തോംസൺ, ജെ തോംസൺ. ആൻഡ് അക്കോർഡിംഗ് ടു J. Thomson atom model, an atom consists of positively charged sphere and the electrons are embedded in it. Thomson atom model പ്രകാരം ആറ്റംസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ആണ്. അതിൽ ഇലക്ട്രോൺസ് വിതറിയിട്ട് ഉണ്ടാവാന്നാണ് തോംസൺ പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയും. എന്ന് വെച്ചാൽ പുഡിംഗ് ഒരു നമുക്കറിയാലോ, പുഡിങ്ങിൻ്റെ മേലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് വിതറുമല്ലോ, അതുപോലെയാണ് തോംസണിൻ്റെ മോഡൽ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ ആറ്റം കൺസിസ്റ്റ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ആൻഡ് ദ ഇലക്ട്രോൺസ് ആർ എംബഡഡ് ഇൻ ഇറ്റ്. ദാറ്റ് ഈസ് Thomson atom model. Next atom model was proposed by Ernest Rutherford. Rutherford conducted a famous experiment of scattering of alpha rays by a gold foil. That's called the Rutherford gold foil experiment, in which, or according to this, most of the mass and all the positive charge of the atom are concentrated in a very small central core called nucleus. That means നമ്മളിപ്പോൾ റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതൊക്കെ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചതാണ്, ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ഒക്കെ പഠിച്ചതാണ്. അതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല, ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അത് പ്രകാരമുള്ള ജസ്റ്റ് അതിൻ്റെ കൺക്ലൂഷൻ മാത്രമേ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അക്കോർഡിംഗ് ടു ദിസ്, എന്താണ് ഈ റൂദർഫോർഡ് എക്സ്പെരിമെൻ്റ് വഴി കണ്ടെത്തിയിരിക്കുന്നത്? ഒരു ആറ്റത്തിൻ്റെ എല്ലാ പോസിറ്റീവ് ചാർജും അതിൻ്റെ സെൻട്രലിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് വഴി മനസ്സിലായത്. ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയസ്. ഓക്കെ, അതുവരെ ഒരു ന്യൂക്ലിയസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് കൊണ്ടാണ് ആ ന്യൂക്ലിയസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഇവർ എത്തിച്ചേർന്നത്. That is, according to this, most of the mass and all the positive charge of the atom are concentrated in a very small central core called nucleus. And sufficient number of electrons are surrounding this nucleus in a large distance from it to neutralize this positive charge. എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജൊക്കെ സെൻട്രലിൽ ന്യൂക്ലിയസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതിനെ സറൗണ്ട് ചെയ്തിട്ട് ഇലക്ട്രോൺസ് ഓഫ് നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ സറൗണ്ട് ചെയ്തിട്ട് റിവോൾവ് ചെയ്യുന്നുണ്ട് എന്നാണ് റൂദർഫോർഡ് പ്രൂഫ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള സെയിം എമൗണ്ട് ഓഫ് ഓർ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് റൂദർഫോർഡ് വഴി മനസ്സിലായിട്ടുള്ളത്. ആൻഡ് ദേ റിവോൾവ്ഡ് അറൗണ്ട് ദ ന്യൂക്ലിയസ് വിത്ത് വെരി ഹൈ സ്പീഡ് ഇൻ എ സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്. ഇവിടെ നിന്നാണ് ഓർബിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നിട്ടുള്ളത്. റൂദർഫോർഡ് മോഡൽ പ്രകാരം ഇലക്ട്രോൺസ് അറ്റ് എ വെരി ഹൈ സ്പീഡ് ന്യൂക്ലിയസിന്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. And the centrifugal force arising out of this motion just balances the attractive force of the nucleus. ഒരു ഇലക്ട്രോണും ന്യൂക്ലിയസും കൂടി വരുമ്പം ശരിക്കും അത് തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇത് അത്രയും ഹൈ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അപ്പോഴുണ്ടാവുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആ ഒരു ഇലക്ട്രോണിനെയും ന്യൂക്ലിയസിനെയും തമ്മിൽ ബാലൻസ് ചെയ്യുന്നു എന്നാണ് റൂദർഫോർഡ് ആറ്റം മോഡൽ പറഞ്ഞിട്ടുള്ളത്. But there is some defect in Rutherford atom model, and the first one is the revolution of electron in a circular orbit is not expected to be stable.
any particle in a circular orbit would undergo acceleration. റുദർഫോർഡ് പറഞ്ഞ പ്രകാരം അതൊരു സ്റ്റേബിൾ ഓർബിറ്റിൽ കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. പക്ഷേ ഏതൊരു പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സർക്കുലർ ഓർബിറ്റിൽ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു പെർട്ടിക്കുലർ ആക്സിലറേഷൻ ഉണ്ടാവും. ആക്സിലറേഷൻ ഉണ്ടാവുമ്പം ഡ്യൂറിങ് ദിസ് ആക്സിലറേഷൻ ചാർജ്ഡ് പാർട്ടിക്കിൾ വുഡ് റേഡിയേറ്റ് എനർജി. Thus, the revolving electron would lose energy and finally fall into the nucleus. ഇതൊക്കെ നിങ്ങൾ പഠിച്ച കാര്യമാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നതേ ഉള്ളൂ. ഈ ഒരു ആക്സിലറേഷൻ കൊണ്ട് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ത് ചെയ്യും? എനർജി എമിറ്റ് ചെയ്യും. ആ എനർജി ലോസ് ചെയ്യുന്നതിനനുസരിച്ച് അവസാനം അതെന്ത് ചെയ്യും? കറങ്ങി 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 ന്യൂക്ലിയസിലേക്ക് ഫോൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആറ്റം ഒരിക്കലും സ്റ്റേബിൾ അല്ല. ബട്ട് ആറ്റംസ് ആർ ക്വൈറ്റ് സ്റ്റേബിൾ ആണ്. പക്ഷേ റുദർഫോർഡ് ആറ്റം മോഡലിന് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇയാൾ പറഞ്ഞ പ്രകാരം ഈ ഒരു ആക്സിലറേഷൻ കൊണ്ട് ആറ്റം അത്രത്തോളം സ്റ്റേബിൾ അല്ലാണ്ട് നിൽക്കാനാണ് ചാൻസ്. ബട്ട് ആറ്റം ഇസ് സ്റ്റേബിൾ, ബട്ട് he cannot explain why atom is stable. Okay, that is the drawback of Rutherford atom model. So the next atom model was developed. Before that, Planck's quantum theory developed ചെയ്തു. That is, according to Planck's quantum theory, radiant energy is absorbed or emitted not continuously but discontinuously in the form of small discrete packets called quanta. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പ്രകാരം കണ്ടിന്യൂസ് ആയിട്ട് റേഡിയേഷൻ ഇങ്ങനെ എമിറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. അത് എമിറ്റ് ചെയ്യോ അബ്സോർബ് ചെയ്യോ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഫോം ഓഫ് എനർജി, ദാറ്റ് ഈസ് ഒരു സ്മോൾ ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് വഴി. അതിനെയാണ് നമ്മൾ ക്വാണ്ട എന്ന് പറയുന്നത്. ക്വാണ്ട പാക്കറ്റ്സ് വഴിയാണ് ഒന്നുകിൽ ആറ്റംസ് എനർജി അബ്സോർബ് ചെയ്യോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഐൻസ്റ്റീൻ ഇക്വേഷൻ പ്രകാരം E is equal to h nu. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. E is equal to h nu. ഈ ഒരു കോൺസെപ്റ്റ് വന്നപ്പോഴാണ് അത് ബോർ ആറ്റം മോഡലിലേക്ക് എത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആറ്റം മോഡൽ ഇസ് പ്രൊപ്പോസ്ഡ് ബൈ പ്രൊഫസർ നീൽസ് ഹെൻറിക് ഡേവിഡ് ബോർ. That is called Bohr atom model. ഇത് മുതലാണ് നിങ്ങൾക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. Bohr modified Rutherford nuclear model of atom by applying Planck's quantum theory, for which he received the Nobel Prize for Physics in 1922. The main postulates of Bohr's atomic theory are: first one is electrons revolves around the nucleus in a definite energy levels called orbits or shells in an atom without radiating energy. Rutherford atom model പ്രകാരം അത് എനർജി എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്? റിവോൾവ് ചെയ്ത് എനർജി ലോസ് ചെയ്ത് അവസാനം സെൻറ്റർ ന്യൂക്ലിയസിലേക്ക് ഫോൾ ചെയ്യുന്നത്. പക്ഷേ ബോർ ആറ്റം മോഡൽ പറയുന്നത് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ വിത്തൗട്ട് റേഡിയേറ്റിംഗ് എനർജി എമിറ്റ് ചെയ്യോ അബ്സോർബ് ചെയ്യോ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഇലക്ട്രോൺസ് റിവോൾവ്സ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ ഡെഫിനിറ്റ് എനർജി ലെവൽസ് കോൾഡ് ഓർബിറ്റ്സ് ഓർ ഷെൽസ് in an atom without radiating energy. And second, as long as an electron remain in a shell, it never gains or loses energy. ഒരു particular orbital ഒരു ഇലക്ട്രോൺ ഉള്ളിടത്തോളം കാലം അത് എനർജി ഗെയിൻ ചെയ്യോ ലോസ് ചെയ്യോ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഓർബിറ്റിൽ തന്നെ അത് അവിടെ ഉണ്ടാവുമല്ലോ. ഓക്കെ, that is the second postulates. And third, the gain or loss of energy occurs within orbits only due to the jumping of electrons from one energy level to the another energy level. എന്ന് വെച്ചാൽ ഒരു ലോസ് ഓർ ഗെയിൻ സംഭവിക്കണമെങ്കിൽ അതിനെന്ത് സംഭവിക്കണം? ഒരു ഇലക്ട്രോൺ അതിൻ്റെ ഓർബിറ്റിൽ നിന്നും നെക്സ്റ്റ് ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യണം.
എന്ന് വെച്ചാൽ ഹയർ ഓർബിറ്റലിലേക്കാണ് ജമ്പ് ചെയ്യുന്നതെങ്കിൽ അത് എനർജി ഗെയിൻ ചെയ്യും. അതേപോലെ ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് വരുമ്പോൾ എനർജി ലോസ് ചെയ്യും. ഓക്കെ. Then fourth postulate is the angular momentum of an electron is equal to nh by 2 pi. That is, the angular momentum of an orbit depends upon its quantum number n and its integral multiple of the h by 2 pi. എന്ന് വെച്ചാൽ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുണ്ടാവുന്ന ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് which is equal to nh by 2 pi. Here n എന്ന് പറയുന്നത് quantum number, principal quantum number. H is the Planck's constant. That is mvr is equal to nh by 2 pi, where n is equal to 1, 2, 3, 4. N is equal to 1 for K shell, n is equal to 2, L, M, N, etc. Okay, these are the postulates of Bohr atom model. ഇതിന്റെ explanation ലേക്ക് നമുക്ക് next class ൽ പോവാം. Okay, thank you.